ശരവണഭവായ നമ. എല്ലാവർക്കും നമസ്കാരം. വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2026 സമ്പൂർണ്ണ വിഷുഫലം അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം. പഞ്ചാംഗവിധി പ്രകാരമുള്ള ഫലങ്ങളാണിത്. മഹാ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വിഷുഫലമായി പ്രധാനമായും കാണുന്നത്. ഈ 2026 വിഷു മുതൽ 2027 വിഷു വരെ ഉള്ള ഫലമാണിത്. സർവകാര്യങ്ങളിലും വിജയങ്ങൾ ഉണ്ടാകുന്നതുമാണ്. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്നതുമാണ്. മുടങ്ങി നിൽക്കുന്ന ചില പദ്ധതികൾ, ആ മുടക്കങ്ങളൊക്കെ മാറി ആഗ്രഹിച്ചതുപോലെ അവ നടക്കുന്നതുമാണ്. വസ്തുവകകൾ വാങ്ങുവാനും പുതിയ ഗൃഹങ്ങൾ പണിയുവാനും അനുകൂലമായ സമയമാണ്. ഭാഗ്യ പരീക്ഷണാർത്ഥം ധനങ്ങളൊക്കെ വന്നു ചേരുന്നതുമാണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത ഭാഗങ്ങളിൽ നിന്നൊക്കെ ധനങ്ങൾ വന്നു ചേരുന്നതുമായി പ്രധാനമായും വിഷുഫലമായിട്ട് കാണപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയമുണ്ടാകുന്നതുമാണ്. മംഗല്യ തടസ്സങ്ങളൊക്കെ മാറി മംഗല്യങ്ങൾ വന്നു ചേരുന്നതുമാണ്. തൊഴിൽ മേഖലയിൽ വിജയം കൈവരിക്കുന്നതുമാണ്. ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നു. കോടതി സംബന്ധമായ വിഷയങ്ങൾ ഉള്ളവർക്ക് അവിടെ നിന്നുണ്ടാകുന്ന വിധികൾ അനുകൂലമായി വരുന്നതുമായി കാണപ്പെടുന്നുണ്ട്. സന്താന ഭാഗ്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് സന്താന ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതുമാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സാധിക്കുന്നതുമാണ്. ചെറിയ തോതിൽ ശത്രുത പലരിൽ നിന്നും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നുണ്ട്. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ഏറെ ഗുണകരമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഈ ഫലം. അശ്വതി നക്ഷത്രം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സൗഭാഗ്യങ്ങൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും വന്നു ചേരുന്നതുമാണ്. അതോടൊപ്പം തന്നെ ഈ നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തിയായ ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ഏറെ ഗുണകരമാണ്. 2026 വിഷു ഏപ്രിൽ 14 ഒന്നെങ്കിൽ ആ ദിവസമോ അതല്ലെങ്കിൽ മേടമാസത്തിലോ വിഷ്ണു നടയിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമിയുടെ നടയിൽ ഭഗവാന് ഒരു തുളസിമാല സമർപ്പിക്കുകയും അർച്ചന നടത്തുന്നതും ഏറെ ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത്. ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.